ഫ്രണ്ട്സ്, വയനാട് ട്രിപ്പിന്റെ സെക്കൻഡ് ഡേയിൽ നമ്മൾ എത്തിയിരിക്കുന്നത് അബാദ് ഗ്രൂപ്പിന്റെ ബ്രൂക്ക് സൈഡ് റിസോർട്ടിലാണ്. ഇത് ലക്കിടിയിലാണ്. ഇവിടെയാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഈ റിസോർട്ടിന്റെ ഔട്ട്സൈഡ് ആംബിയൻസ് വളരെ നാച്ചുറൽ ആയിട്ടുള്ളതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കോട ഇങ്ങനെ അടിച്ച് കയറി വരുന്നതിന്റെ ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. നമ്മളിപ്പം ലഞ്ച് ഓർഡർ ചെയ്തിട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പം നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്ത ഹോട്ടലിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇവിടെയാണ് നമുക്കൊരു വയനാടൻ ഫീല് തോന്നുന്നത്. ഇവിടെയാണ് കണ്ട, ഇവിടെ ഇപ്പോൾ ഇതൊരു ഫോറസ്റ്റ് ഏരിയയാണ് സമീപത്തായിട്ട് കാണുന്നത്. ഇതൊരു ബഡ്ജറ്റ് ഹോട്ടലാണ്. അപ്പം ലക്ഷറി ആഗ്രഹിച്ച് വരുന്നതിനെക്കാട്ടിയും കൂടുതൽ നമുക്ക് പ്രകൃതിയായിട്ടിണങ്ങി 1-2 ദിവസം താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഇവിടെ ഒരു കംഫർട്ടബിൾ സ്റ്റേ ആയിരിക്കും. നമുക്ക് പ്രകൃതിയായിട്ടിണങ്ങി ഇവിടെ ജീവിക്കാൻ. പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പുറത്തോട്ട് പോയിട്ട് ഇവിടെയുള്ള വ്യൂസ് എല്ലാം പിടിച്ചെടുക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കോടയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വ്യൂസൊക്കെ വീഡിയോ പിടിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഈ മങ്കിതാ ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ ഒളിച്ച് കളിച്ചോണ്ടിരിക്കുക. ചൊറിച്ചിൽ നല്ല രീതിയിൽ ചൊറിച്ചിലുണ്ട് കേട്ടോ. നമ്മൾ അതിസാഹസികമായിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഈ സൈഡിൽ മങ്കീസ് ഇങ്ങനെ വന്ന് നിരന്നിരിക്കുകയാണ്. അപ്പോൾ ഏത് സമയത്തും കുരങ്ങിൻ്റെ ആക്രമണം ഉണ്ടാകും. ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ എല്ലാം നല്ല പ്ലാന്റുകളൊക്കെ വെച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ പൂളുണ്ട്. ഇത് കോവിഡ് സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് ഒരു ക്ലോസ് ചെയ്തേക്കുക. അതേപോലെ ഒരു മരം ഇവിടെ നിന്ന് ഇങ്ങനെ കിളിച്ച് വരുന്നുണ്ട്. അതിന് സുഗമമായിട്ട് മുകളിലോട്ട് കിളിച്ച് പോകാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ഒക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പം താഴെ അരുവി ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാം. അടിപൊളി വ്യൂ ആണ്. ഈ വഴി ഇങ്ങനെ നമ്മൾ നടന്ന് താഴേക്ക് ചെല്ലുമ്പം അതുവഴി ഒരു അരുവി ഒഴുകി പോകുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ അത് കാണാൻ കഴിയും. ഇവിടെ വലതുവശത്ത് ഒരു കുളമുണ്ട്. അതിനകത്ത് 2 സെക്ഷനായിട്ട് കുറേ ഗ്രൂപ്പായിട്ട് കുറേ മീൻ അവിടെയും കാണാം, ഇവിടെയും കണ്ടേ. സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെയും കാണാം. അത് കറുത്ത കളറിലുള്ളത് കണ്ട്. ഇവിടെ ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടില്ല, അടിപൊളിയാണ്. എന്തത് ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇതിൽ ഇറങ്ങാതെ പോകുന്നത് ഭയങ്കര കഷ്ടമാണ്. ഇതിനകത്ത് അട്ട ഉണ്ടാകുമെന്ന് ഇവിടെ റിസോർട്ടിലുള്ളവർ പറഞ്ഞിരുന്നു. പക്ഷെ ഇതുവരെ ഞാനിതൊന്നും കണ്ടിട്ടില്ല. നല്ല ഈ സ്റ്റോണിനൊക്കെ നല്ല വഴുക്കലുണ്ട്. അശ്കുമാരെ എങ്ങനെയുണ്ടാ? ഇഷ്ടപ്പെട്ടോ എനിക്ക്? അടിപൊളി തണുപ്പാണ്. നല്ല വിറയലുണ്ട്. അടിപൊളിയായിരിക്കും. സത്യം പറഞ്ഞ ഇതാണ് ശരിക്കുള്ള വയനാട്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട വയനാട്. ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന് ഇതിന് കട്ടി തട്ടിയിട്ടായിരിക്കും. ഇത് നല്ല ഏകദേശം റൗണ്ട് ഷേപ്പ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലേ ഈ സ്റ്റോണ്. ഇത് സംഭവം ഈ വെള്ളം ഇങ്ങനെ തട്ടിയിട്ട് ഇത് ഷേപ്പ് ആവുള്ളൂ. വെള്ളം ഇങ്ങനെ തട്ടിയിട്ട് ഈ സോയിൽ എറോഷൻ ഉണ്ടാകത്തില്ലേ, ഇത് തട്ടി തട്ടി ഇത് ഒരു ഷേപ്പ്. നല്ല സ്മൂത്ത് ആണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിക്കാൻ നല്ല സ്മൂത്ത് ആയിരിക്കും. മീനുണ്ട് ശരിക്കും ഇതിനകത്ത്. മീനുണ്ട്, കറുത്ത കളറുള്ള മീൻ. അല്ലല്ല, 2-3 ടൈപ്പ് മീനുണ്ട്. ഇപ്പൊ പോയനെ നല്ല അടിപൊളി മണം. അത് ഇതിനകത്ത് പൂവുണ്ട് കേട്ടോ, അതിനായിരിക്കും. നല്ല അടിപൊളി മണമൊക്കെ ഉണ്ട്. പാമ്പുണ്ടോ എന്തോ. പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് സഞ്ചരിക്കുക എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഈ റിസോർട്ടിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഈ ഒരു അരുവി ഇങ്ങനെ പോകുന്നുണ്ട്. അരുവിയിൽ നിന്ന് ഈ കരയ്ക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കാലയിൽ അട്ടയോ പാമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങ് ദൂരേക്ക് നോക്കിക്കേ.
കോട കയറി ഇങ്ങോട്ട് വരുന്നതിന്റെ ആ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ദൂരോട്ട് കാണാൻ കഴിയുന്നത്. ഇതിന്റെ 2 സൈഡിലും ചേർന്ന് കിടക്കുന്നത് ഫോറസ്റ്റാ. ഇപ്പൊ ദാ ഇവിടെ വന്ന ആ പയ്യനില്ലേ, റിസോർട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. ആ പയ്യൻ പറഞ്ഞത് ഒരു രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ മ്ലാവ്, പന്നി, മലയണ്ണാൻ ഒക്കെ ഇറങ്ങി വരുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. നമുക്ക് ലക്കുണ്ടെങ്കിൽ ഇന്ന് കാണാൻ പറ്റും. കാട്ടുവള്ളി കൊണ്ട് നല്ല ഒരു ഊഞ്ഞാലൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. കാട്ടുവള്ളിയും കൊണ്ട് ഇനി കയറിപ്പോയി, അല്ലെങ്കിൽ അതിനകത്തൊന്ന് ട്രൈ ചെയ്യാൻ പറ്റും. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങ് ദൂരെ നോക്കേ, ചുമന്ന സാൽവി, അടിപൊളി ലുക്കാണ്. കളർന്നു പോയി, നല്ല കയറ്റമാണ്. ആയിട്ട് നല്ല പാഷൻ ഫ്രൂട്ട് പിടിച്ച് കിടക്കുന്നുണ്ട്. എല്ലാം പച്ചയാണ്, പഴുത്തിട്ടില്ല. നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ടീ പ്ലാന്റേഷനാണ് ഈ കാണുന്നത്. അവിടെ ഒരു കുളമുണ്ട്. അതേപോലെ ഈ ടീ പ്ലാന്റേഷന് ഒത്ത നടുവിലായിട്ടൊരു ചുമന്ന പൂ പിടിച്ച് കിടക്കുന്ന ഒരു മരം. അത് നല്ല ഭംഗിയുണ്ട്, ചുമന്ന പൂവുള്ള മരം കാണാം. അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് ഇങ്ങനെ ഈ പ്ലാന്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് നടന്നെത്തുന്ന നല്ല പാടായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.